ഹായ്, ഞാനും ചെറിയൊരു വ്ളോഗിങ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ചെറിയൊരു യാത്ര തായ്ലാൻഡിലേക്ക്. ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്ന കൂട്ടുകാർക്കൊപ്പം വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും എല്ലാവരും കാണുകയും ഒരു കുടുംബം പോലെയാണിപ്പോൾ. ഇപ്പോൾ ഞങ്ങൾ വിചാരിച്ച ഒരു യാത്ര ചെയ്യാമെന്ന്. എല്ലാവരും ഉണ്ട് കേട്ടോ, കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ തായ്ലാൻഡ് യാത്ര. ഞങ്ങൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നു. പക്ഷേ കണക്ഷൻ ഫ്ലൈറ്റാണ് ബാംഗ്ലൂർ ആൻഡ് അവിടെ നിന്നാണ് തായ്ലാൻഡിലേക്കുള്ള യാത്ര. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി തരാം. ഇത് ഞങ്ങൾ അളിയെന്ന് വിളിക്കും. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ് ഗീതുവിൻ്റെ. ആ ബ്രൗൺ ഷർട്ട് ഇട്ടത് ജിജോ, കുട്ടൻ ജിജോയുടെ ഫ്രണ്ടാണ്. ഇതാണ് ഗീതു. ഇത് ഗീതുവിൻ്റെ മകൾ. ഇത് ഷിമി, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്. ഇത് ഷിമിയുടെ മകൻ. ഇത് മൂത്ത മകൻ. ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാനും ജിജോയും പിന്നെ കുട്ടനും കൂടെ ചായ കുടിച്ചു. ഇത് ദിത്തിക്കുട്ടി, ഗീതുവിൻ്റെ രണ്ടാമത്തെ മകളാണ്. ജിജോയും ദിത്തിക്കുട്ടിയും നല്ല കമ്പനിയാട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും പതുക്കെ എയർപോർട്ടിനകത്ത് കയറി. പിന്നീട് നേരിട്ട് ചെക്കിനെല്ലാം കഴിഞ്ഞു ഫ്ലൈറ്റിലോട്ട് അങ്ങനെ കയറി. ആ സമയത്ത് കുട്ടികളിലേക്ക് ഒരു സന്തോഷം, അത് ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഉണർത്തിയ കാര്യങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരെത്തി. അവിടെ നിന്ന് നേരെ തായ്ലൻഡിലേക്ക്. തായ്ലൻഡ് എത്തിയപ്പോൾ നേരം വെളുത്തിട്ടോ. ഞങ്ങൾ നല്ല ടയർഡായിരുന്നു. ഞങ്ങളെ പിക്കപ്പ് ചെയ്യാനായിട്ട് വാൻ വന്നു. അവിടെ നിന്ന് നേരെ പട്ടായയിലേക്ക് 1.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. ആ യാത്രയിൽ ആദ്യം എന്നെ ഒന്നും എക്സൈറ്റ് ചെയ്തില്ല. കാരണം ഇന്ത്യയിലുള്ള ഏതൊരു നഗരത്തിലൂടെ യാത്ര ചെയ്യുന്ന പോലെ തോന്നുള്ളൂ. ഈവൻ ട്രാഫിക്കെല്ലാം നമ്മുടെ ഇന്ത്യയിലെ പോലെ തന്നെയാണ്. റൈറ്റ് ഹാൻഡ് ഡ്രൈവാണ് അവിടെയല്ല. അപ്പോൾ അതൊന്നും തന്നെ എന്നെ എക്സൈറ്റ് ചെയ്യിച്ചില്ല. പിന്നീട് ഞങ്ങൾ യാത്ര ചെയ്തു. നേരെ ടൈഗർ പാർക്കിലേക്കാണ് പോയത്. ലെഫ്റ്റ് സൈഡിൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാം. അതിനുശേഷമാണ് ടൈഗർ പാർക്ക്. ആദ്യം പക്ഷേ ഞങ്ങൾ ടൈഗർ പാർക്കിലേക്കാണ് പോയത്. ഇവിടെ ടിക്കറ്റ് നിരക്ക് വ്യത്യസ്തമായ രീതിയിലാണ്. വലിയ ടൈഗേഴ്സിന് എമൗണ്ട് കൂടുതലാണ്, 850 തായ് ബാത്ത്. ചെറുതിന് കുറയും. അതേപോലെ തന്നെ തീരെ ചെറുതിന് അതിലും കുറയും. തീരെ ചെറിയ കുട്ടികൾക്ക് അലൗഡഡ് അല്ല. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് കയറി. കുട്ടികൾ കൂടെ ഉള്ളതുകൊണ്ട് ഏറ്റവും വലിയ ടൈഗറിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോയില്ല. അവർക്കും കൂടെ തൊടാൻ പറ്റിയ രീതിയിലുള്ള, അല്ലെങ്കിൽ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ രീതിയിലുള്ള മിഡിൽ, അല്ലെങ്കിൽ ചെറുതെന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലുള്ള ഒരു ടൈഗറിനെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ടാണ് പോയത്.
അതിനുശേഷം ഞങ്ങളുടെ യാത്ര ബിഗ് ബുദ്ധ ടെമ്പിൾ വ്യൂ പോയിൻറ്റിലേക്കായിരുന്നു. അതിമനോഹരമായൊരു വ്യൂ പോയിൻ്റ് കൂടിയായിരുന്നു അവിടെ. ഇവിടെ ഞാൻ കണ്ടതാണ് കിളികളെ ഇതുപോലെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പിൾസുകളെല്ലാം വന്നിട്ട് അതിനെ വാങ്ങുകയും ഒരുമിച്ച് ആ കൂട്ടിൽ നിന്ന് തുറന്നു വിടുന്നതും ഞാൻ കണ്ടു. അതെനിക്കൊരു എന്തോ ഒരു അട്രാക്ഷൻ പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്തതാണ്. അത് കഴിഞ്ഞ് നേരെ പട്ടായ ടൗണിൻ്റെ ഒരു ചെറിയൊരു വ്യൂ പോയിൻറ്റിലോട്ടാണ് പോയത്. അതിമനോഹരമായിരുന്നു ആ കാഴ്ച. കോറൽ ഐലൻഡിൽ ഉള്ള യാത്രയെല്ലാം ഇവിടെ നിന്നാണുള്ളത്. അതിനുശേഷം നേരെ ഹോട്ടലിലേക്ക് ഐറ ഗ്രാൻഡ് എന്നൊരു ഹോട്ടലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. വളരെ നല്ലൊരു ഹോട്ടൽ.